ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാ രാവിലെ കിച്ചണിൽ വന്ന് ആദ്യം തന്നെ ചോറിനുള്ള വെള്ളാട്ടോ അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ അടുപ്പത്തേക്കൊന്നും പോയിട്ടില്ല, വിറകടുപ്പ് എത്തിക്കാനൊന്നും പോയിട്ടില്ല, മഴയാണ് രാവിലെ തന്നെ. പിന്നെ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. നമ്മളെ ന്യൂട്രിലഡുവിൻ്റെ ഓർഡർ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച് നമ്മളെ വീട്ടു ജോലികളൊക്കെ തീർത്തതിന് ശേഷം വേണം അതിനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ വേഗം ഓരോ പണികളും തീർക്കാം കേട്ടോ. അപ്പോൾ വിറകടുപ്പ് കത്തിക്കാൻ നിന്നാലേ അടുപ്പ് നല്ല ഉഷാറായിട്ട് കത്തും, പക്ഷേ മഴ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ചെറിയൊരു തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഊതി വീർപ്പിച്ച് നിൽക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഗ്യാസ്മലും കരണ്ടടുപ്പുമ്മലും ആകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കുട്ടികൾക്ക് നേരത്തെ പോവും വേണം. മഞ്ജുമോൾക്ക് 8 മണിക്ക് പോകണം. അപ്പോൾ 8 മണി ഒരു 8:10 ആകുമ്പോഴത്തേനോള് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം കരണ്ടടുപ്പുമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്താ ചായക്കുള്ള വെള്ളവും വെച്ചിരിക്കണ്. പിന്നെ അത് ഒരടുപ്പത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശമാവ് തലേ ദിവസം റെഡിയാക്കി വെച്ചിനി. ഈ ദോശമാവും ഇഡ്ഡലിമാവും ഒന്നും സ്കൂളിലെ ദിവസം കയ്യിലില്ലെങ്കിൽ പറയണ്ട. പിന്നെ എന്നാലേ രാവിലെയും കുറച്ച് ഓർഡർ എടുക്കാനൊക്കെ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബാബുക്കാക്കുവിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ സ്ക്രീനിൽ, നിങ്ങൾക്ക് ന്യൂട്രിലഡുവിന് ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം കുറേ ആൾക്കാർ വിളിക്കുക ചെയ്യുക. അപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തിരക്കാവുമ്പോൾ എടുക്കാനും പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല എന്നും കരുതും. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി. എന്നാൽ പിന്നെ നമ്മൾ ഒഴിവുപോലെ നമുക്ക് നോക്കിയിട്ട് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ ന്യൂട്രിലോട്ട് ക്ലിക്ക് ആയിട്ടുണ്ട്. ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടേ ആ ഷോർട്സ് വീഡിയോക്ക് തന്നെ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും അതേപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കേട്ടോ. പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂട്ടാണ്ടാക്കണതെന്ന് സോയാബീനാട്ടോ. ഇത് ഫ്രൈ ചെയ്യണത്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, കുറച്ച് നേരം ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കുമ്പോഴേ കുറച്ചൊന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ അതിനൊരു ബാഡ് സ്മെല്ലാണല്ലോ, ഒരു ബാഡ് സ്മെല്ല് പറഞ്ഞാൽ ഒരു ജാതി സ്മെല്ലാണ്. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ആ സ്മെല്ല്. അപ്പോൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചാണ്ട് കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് പോയി കിട്ടും. പിന്നെ അതിന് എടുത്തിട്ട് നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകിയാണ്ട് മുറുക്കി പിഴിഞ്ഞെടുത്താൽ മതി. എന്നാൽ പിന്നെ ആ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അത് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചപ്പോൾ തന്നെ ചോറിന് വെച്ച വെള്ളം തിളച്ചിന്. അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇന്ന് ദോശയ്ക്ക് കറി ഉണ്ടാക്കുന്നത്, ചട്നി ഉണ്ടാക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ തേങ്ങ പൊളിച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന് മുട്ട റോസ്റ്റ് ആക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ മഞ്ജുമോൾ എനിക്ക് സവാളയൊക്കെ കട്ട് ചെയ്ത് ഒക്കെ തന്നിട്ടുണ്ടായിന്. അപ്പോൾ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ കരുതി. ദോശയ്ക്ക് എല്ലാവർക്കും ചട്നിയാണ് ഇഷ്ടമൊക്കെ, എന്നാലും എഗ്ഗൊക്കെ പുഴുങ്ങി മുട്ട റോസ്റ്റൊക്കെ ആകുമ്പം അങ്ങനെയും കഴിച്ചോളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ മുട്ടയൊക്കെ എടുത്താണ്ട് കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തോണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ അത് വേവിക്കാൻ വെക്കുന്നുണ്ട്. കുക്കറിലാകുമ്പോഴേ പെട്ടെന്ന് വെന്തും കിട്ടും. എന്നാൽ പിന്നെ മുട്ടൊന്നും അങ്ങനെ പൊട്ടിപ്പോവില്ല. മറ്റേത് വേറെ പാത്രത്തിലൊക്കെ ഇട്ടാണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചാൽ 1-2 ഒക്കെ ചിലപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകും കേട്ടോ. കുക്കറിലാകുമ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സോയാബീൻക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ഉപ്പ്, നാരങ്ങാനീര്, പിന്നെ കുറച്ച് കോൺഫ്ലവറും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് മസാല റെഡിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ സോയാബീനാണ് ഇട്ട് കൊടുത്തു. ഇനി മസാലയൊക്കെ നല്ലോണം എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കുക. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. എങ്ങനെ ഇതും കൂട്ടിയിട്ട് ചോറ് വയ്ക്കാമെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ നമ്മൾ സവാളയൊക്കെ ഇട്ടാണ്ട് വഴറ്റി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെയും കുറച്ച് ആ സവാളൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കഴിക്കാമെന്നൊന്നും എനിക്കറിയില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, അത് വറുക്കാൻ. അപ്പോൾ ഈ അടുപ്പിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ പൊട്ടിച്ച് സവാളയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കിടന്നിട്ട് വഴന്ന് വരട്ടെ. ഇവിടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾ സോയ ചങ്ക്സ് എന്ന് അതിന് പറയാം. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും. ചെറുതാണെങ്കിലും അത് തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട്
പൊങ്ങി വരും, നല്ല വലിപ്പത്തിൽ വരും. ഇത് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പൊരിച്ചും കൂടെ വരുമ്പോൾ ഒന്നും കൂടെ നല്ല വലിപ്പം ഉണ്ടാവും. പിന്നെ ഇത് ഇട്ടുകൊണ്ട് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കലുണ്ട്. ഞാൻ കുറേ മുന്നേ നമ്മൾ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിലൊക്കെ അത് ഇട്ടുകൊണ്ടുള്ള ബിരിയാണീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മുന്നെയാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ഒരു പ്രാവശ്യം എൻ്റെ റെസിപ്പി കാണിക്കണം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ നമുക്ക് സുഖമാണ്. വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കും വേണ്ട. അതൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട്, ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടേ അതിക്ക് ഇട്ടുകൊണ്ട് കുറച്ച് തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് ബിരിയാണി മസാലയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കട്ടോ. പിന്നെ നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ കുക്കറിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ നമുക്ക് സുഖമാണ്. വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മളെ മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒക്കെ വഴറ്റിയെടുത്താണ്ട് ഇതാ പുഴുങ്ങിയ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതും ഇവിടെ ആയി കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ കുട്ടികൾക്കുള്ള കൂട്ടാനും ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ ഒക്കെ കഴിക്കുമ്പം ഒരു ടേസ്റ്റാണ്. ചോറിൽ കൂട്ടി കഴിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടത്. അപ്പോൾ എൻ്റെ മഞ്ജുമോക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നിപ്പോൾ വാഴൻ്റെ തന്നെ കേട്ടോ ചോറ് കൊണ്ടുപോകല്. അപ്പോൾ ഇലയൊക്കെ ഓളന്നെ മുറിച്ച് കൊണ്ടുവന്ന് വാട്ടിയും തരും. അപ്പോൾ എനിക്ക് പൊതിഞ്ഞു കൊടുക്കേണ്ട പണിയുള്ളൂ. അപ്പം ചോറൊക്കെ വെന്തീനിട്ടാ ഒരു നേരമൊക്കെ ആയപ്പോഴത്തേന് അങ്ങനെ ചോറൊക്കെ ഊറ്റിയിട്ട് ഇതാ ഇലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചമ്മന്തിയും കൂടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ ഇനി ചമ്മന്തി ഉണ്ടാക്കാനും നേരമല്ല. ഞാൻ പറഞ്ഞല്ലോ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് വേണം. അപ്പം ഇനി ഇത് മതി പറഞ്ഞു. പിന്നെ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയതുണ്ടല്ലോ, അതും കുറച്ചാണ് വെച്ച് കൊടുത്തു. രാവിലെ ഒരു സന്തോഷമായിട്ട് പോണ ദിവസം തന്നെ നമുക്കും സന്തോഷമായി. കാരണം നേരെ മറിച്ച് എന്തെങ്കിലും ഒരു കുറവ് ചിലപ്പോൾ പോകുമ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അതന്നെ മനസ്സിലേക്ക് ഒരു ഇടങ്ങേറേക്കാരം. അല്ലെങ്കിൽ ഓൾക്ക് പറ്റിയ കൂട്ടാനല്ലെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഓർക്ക് പറ്റാത്തതോ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്തൊക്കെയോ ഒരു മനസ്സിക്ക് പിന്നെ ഒരു വരുവോളം ഒരു പുറത്തേടേക്കാരം. പിന്നെ ഒരു വന്ന് കഴിഞ്ഞാലുള്ളത് മാറിക്കിട്ടുക. അപ്പോൾ ഇല പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് വാട്ടിയത് ശരിയാവായിട്ടാണ് തോന്നുന്നുണ്ട്. ചോറ് പൊതിഞ്ഞപ്പോൾ ഇല പൊട്ടി. എന്നാലും പിന്നെ വേറെ ഇലയൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. ആ ഇലയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പൊതിഞ്ഞു കൊടുത്തിട്ടോ. ഇതിപ്പോൾ എൻ്റെ മഞ്ജുമോള് പതിവാക്കിക്കണേ. ഞാൻ വട്ടപാത്രത്തിലാക്കി തരാറ് നമ്മൾ ചേലിയിൽ മതിയറി. അങ്ങനെ ഓൾക്കുള്ള ചോറ് പൊതിഞ്ഞു കൊടുത്തു. പിന്നെ റിച്ചുമോന് പാത്രത്തിലാട്ടോ കൊടുക്കേണ്ടത്. ഓനക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ പോവുള്ളൂ. ആക്കം പോലെ ആക്കി കൊടുത്താൽ മതി. സ്കൂളുള്ള ദിവസം അല്ലെങ്കിലും പണികളൊക്കെ പെട്ടെന്ന് തീരും. ഒരു പോകുമ്പോഴത്തേന് ചോറൊക്കെ ആവുമല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടാണ്ടാക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പാത്രം കഴുകലും അടിച്ചോരലും തുടക്കലും ഒക്കെ പെട്ടെന്ന് അങ്ങനെ തീർക്കാം. അപ്പോൾ എന്താട്ടോ ഇനിയിപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഞാനും ഇന്നിപ്പോൾ ദോശ തന്നെ എടുത്തിക്കണത്. ഒരു ദോശ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ റാഗി കൊണ്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. റാഗിപ്പൊടി പാലും കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ അതിക്ക് ഉപ്പിട്ടേക്കാം കേട്ടോ. മധുരം ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഷുഗർ കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പേടിയാണ് ഇപ്പോൾ എന്തെങ്കിലും തിന്നണത്. ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ, ഒന്നും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റില്ല. എനിക്ക് ചെറിയൊരു മധുരമൊക്കെ ഇട്ടുകൊണ്ട് പാല് വാർന്ന ചായ രാവിലെ കിട്ടുകയാണെങ്കിൽ അത് മതി കേട്ടോ. അന്നത്തെ ദിവസം നല്ല ഊർജ്ജമായിക്കാരം. പക്ഷേ ഊർജ്ജത്തിന് ഷുഗർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എൻ്റെ എനർജി ഡ്രിങ്ക് ഇതാണ് കേട്ടോ. കഴിച്ചിട്ട് ഇത് തൊള്ളിക്ക് വെക്കൂല. പ്രമേഹ ചൂർണം അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര്. അത് നമ്മൾ ആയുർവേദ മരുന്ന് കുടിച്ചിരുന്നിട്ട് ഞാൻ. അപ്പോൾ അവിടുന്ന് അങ്ങനെ തന്നതേനി. 2-3 ബോട്ടിലുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം തിളപ്പിച്ചാണ്ട് അതിക്ക് ഒരു 2-3 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കണം. 2 ലിറ്റർ വെള്ളത്തിൽ കിട്ടും. എന്നിട്ട് തിളപ്പിച്ചിട്ട് അതിങ്ങനെ നമ്മൾ സാധാ ദാഹിക്കണ സമയത്ത് വെള്ളം കുടിക്കുമല്ലോ, അങ്ങനെ കുടിക്കുന്ന സമയത്ത് ഈ വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു എനർജിയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിച്ചിട്ട് തൊള്ളിക്ക് വെക്കൂല, പക്ഷേ നല്ല ഉഷാറാണ് കുടിച്ചാൽ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കുഴങ്ങുമല്ലോ, അങ്ങനത്തെ സമയത്ത് കുടിക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ നമുക്ക് വിശപ്പും ഉണ്ടാവില്ല. മറ്റേത് ഈ ഷുഗർ ഉള്ളത് കാരണേ ഈ വിശപ്പ് നല്ലോണം ഉണ്ടാവും ചെയ്യും. അപ്പം എന്താ തിന്നാന്നും അറിയൂല. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ വേഗം പോണത് ഞാൻ ചോറുമ്മൊക്കെ കഴിക്കാരം. ചോറ് കുറച്ച് മതി, തോനെയൊന്നും വേണ്ട. 1 കയ്യിലോ 1.5 കയ്യിലൊക്കെ മതി. പക്ഷേ ഇങ്ങനെ ഷുഗർ ഉള്ളത് കാരണം അത് തിന്നാൻ വല്ലാതെ പറ്റൂല. അപ്പോൾ പിന്നെ അങ്ങനെ ഡ്രിങ്കൊക്കെ കുടിച്ചാണ്ട് വിശപ്പകറ്റലാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എള്ളൊക്കെ ഒന്ന് കഴുകി വെക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നല്ല മഴയാണ്. രാവിലെ പെരുമഴ അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയാണ്. അപ്പം വെയിലത്തിട്ട് ഉണക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ അരി പൊടിക്കുന്ന സ്ഥലമല്ലേ, അവിടെ ചോദിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഒരു പറഞ്ഞിനി ഇങ്ങനെ കഴുകിയിട്ട് വെള്ളം ചോർന്നതിന് ശേഷം കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മെഷീനിലിട്ടിട്ട് ഒരു ചൂടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചൂടാക്കിയാണ്ട് പൊടിച്ചും തരും, പക്ഷേ പൊടിച്ച് തരണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചൂടാക്കി കിട്ടിയാൽ മതി.
എന്നിട്ട് ഞാൻ തന്നെ ഇവിടെ ചട്ടിയിലിട്ട് വറുത്തുകാണ്ട് ഞാൻ തന്നെ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. എനിക്ക് ഒരു സമാധാനം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യും വേണം. പിന്നെ അതുമല്ല ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ വറുത്ത ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അടുപ്പത്ത് വറുക്കന്നെ വേണം കേട്ടോ. ആ മെഷീനിലിട്ട് ചൂടാക്കി പിന്നെ പൊടിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ എനിക്കിത് ചൂടാക്കി ഉണക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ചില എള്ളിൽ നല്ലോണം കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. ഇത് ഇന്ന് കിട്ടിയ എള്ള് കുഴപ്പമില്ല കേട്ടോ, നല്ല എള്ളാണ്, മണ്ണൊന്നും അധികമില്ല. അപ്പോൾ 2-3 പ്രാവശ്യം നല്ലോണം കഴുകി ഇതേപോലെ ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് വെള്ളം ചോർന്നതിന് ശേഷമാണ് നമ്മളിത് മില്ലിക്ക് കൊണ്ടുപോകുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് വെള്ളമൊക്കെ ചോർന്ന് നല്ലോണം ഉലർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു കവറിലിട്ടാണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് ചൂടാക്കിയിട്ട് കൊണ്ടുവരാം. പിന്നെ നമ്മൾ കടല വറുക്കുമ്പം കടല വറുത്ത് കഴിഞ്ഞിട്ട് കടലേൻ്റെ തൊലി ഞാൻ കളയലുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഇങ്ങനെ ആരൊക്കെയോ കമൻറ്റിൽ പറഞ്ഞിനി കടലേൻ്റെ തൊലി കളയണ്ട, കടലേൻ്റെ തൊലി നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി. അതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കടല നല്ലോണം വറുത്തിട്ട് അത് അതിൻ്റെ ആ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കൽ കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കറിയാത്തത് ഓരോന്നിങ്ങനെ നമ്മളെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ കാണാൻ പറ്റും. എന്താ പറയുക, ഒരു കൂടപ്പുറപ്പിന് പറഞ്ഞു തരുന്ന പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു തരലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാത്തത് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ അതും എനിക്ക് ഒരു സന്തോഷമാണ്. പിന്നെ അതേപോലെ നമ്മൾ മധുരത്തിന് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കരയ്ക്ക് പകരം ഈത്തപ്പഴം ചേർത്തൂടെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ഇത്രക്ക് കോൺഫിഡൻറ്റോടെ ഇത് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിത് കുറേ മുന്നേ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ. അപ്പോൾ ആ ഒരു ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പാണ് കുഴപ്പമൊന്നും പറ്റൂല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ പെട്ടെന്ന് ചീത്തയാവില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈത്തപ്പഴം വെച്ചിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആദ്യം ഇനി നമുക്ക് വീട്ടിലേക്കൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് അങ്ങനെ ആക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കണത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞത് കേക്കായിട്ടല്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ശർക്കര തന്നെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. അങ്ങനെ കേട്ടോ എള്ളൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. 2 പാത്രത്തിലാക്കിയിട്ട് വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിലുണ്ടെങ്കിൽ നല്ല സുഖാട്ടോ. അതിങ്ങനെ നല്ലോണം ഉലർന്ന് കഴിഞ്ഞാൽ തുണിയിലിട്ടാണ്ട് ടെറസിൻ്റെ മേലെ കൊണ്ടുപോയിട്ടാൽ കുറച്ച് നേരം വെയിൽ കിട്ടിയാൽ മതി. നല്ലോണം കട്ടില്ലാതെ പരത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് ചട്ടിയിലിട്ട് വറുക്കാനും സുഖമാണ്, പിന്നെ കേട് വരുന്ന പേടിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം നമുക്ക് ചട്ടിയിലിട്ട് വറുക്കാം, കുഴപ്പമൊന്നും വരില്ല. പക്ഷേ എനിക്ക് ഉള്ളിൽ ചെറിയൊരു പേടിയാണ്. കാരണം ശരിക്കും ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഇനിയിപ്പോൾ പെട്ടെന്ന് പൂപ്പൽ എന്തെങ്കിലുമൊക്കെ വന്നാലോ എന്നുള്ളൊരു ബേജാറാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അരി പൊടിക്കണോടത്ത് കൊണ്ടുപോയിട്ട് നമുക്കത് ചൂടാക്കി കൊണ്ടുവരാം, എന്നാൽ പിന്നെ ആ പേടിയില്ല. അപ്പോൾ ഇന്നിത് തന്നെയാണ് അവസ്ഥ. ഇതുപോലെ ചെറുതായിട്ട് ചെറിയ മഴയാണ്, വലിയ മഴയല്ല, എന്നാലും വെയിലില്ല. അപ്പോൾ വെള്ളമൊക്കെ കഴുകി വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ചോറിന് കൂട്ടാണ്ടാക്കണം. അപ്പോൾ ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതിക്കുള്ള സവാളയൊക്കെ ആദ്യം വേഗം കട്ട് ചെയ്തെടുത്ത് നമ്മൾ സാധാ ചിക്കൻ കറി തന്നെ കേട്ടോ, സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കണത്. ചിലപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യണമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ തന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കണ പോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയാണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ രാവിലെ തന്നെ ചോറും കൂട്ടാനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബേജാറില്ല. പിന്നെ നമുക്ക് നമ്മളെടുക്കണ പണികൾ എടുക്കുക, എന്നാൽ പിന്നെ വിശക്കുമ്പോൾ നമുക്കും കഴിക്കുക, അതേപോലെ തന്നെ വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല. മറ്റേത് ഇങ്ങനത്തെ പണിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചോറും കൂട്ടാനൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെ വിശക്കും ചെയ്യുമ്പോൾ നമുക്കൊരു പിരാന്തയിക്കാരം. അപ്പോൾ ഇന്ന് തന്നെ ഉള്ളൂ കേട്ടോ ചിക്കൻ കറി. പിന്നെ പപ്പടവും പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ വഴന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് അതേപോലെ തക്കാളി കട്ട് ചെയ്തതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പാത്രം കഴുകാനുള്ളതൊക്കെ അങ്ങനെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണി എടുക്കാൻ നിന്നാൽ നേരം പോണതേ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നിപ്പം അകൊന്നും തുടക്കണില്ല, ഇന്നലെ വൈകുന്നേരം തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചോറും കൂട്ടാനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ന്യൂട്രൽ ലഡുവിൻ്റെ കാര്യത്തിന് നിൽക്കുക, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. പിന്നെ ഇന്നും ഞാൻ ഓർഡർ ചെയ്യാനുള്ള നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും മെസ്സേജ് അയക്കട്ടോ, വാട്സപ്പിൽ വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇനിയിപ്പം ആരും ഒന്നും വിചാരിക്കും ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ നല്ല പണിയിലേക്കാരും ആ നേരത്തേക്കാരും കോള് വരിക. അപ്പോൾ കോള് വരുമ്പോൾ നമുക്ക്
ആ കോൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്താ കോൾ എടുക്കാത്തത്. പിന്നെ അതേ കാര്യം കമൻറ്റ് ബോക്സിൽ ഒരു വിളിച്ചാൽ എടുക്കൂല. അപ്പോൾ കഴിഞ്ഞത് നിങ്ങൾ മെസ്സേജ് അയച്ചോണ്ടി. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഷോർട്സ് വീഡിയോ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പറയും നിങ്ങൾ എന്താ റേറ്റ് പറയാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് റേറ്റ് പറയണതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് അതിലും പറയേണ്ട ആവശ്യമില്ലേനല്ലോ. ഞാൻ ഒരു ബോട്ടിൽ 25 ലഡുവാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ അതിന് റേറ്റ് 500 രൂപയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ഷോർട്സ് വീഡിയോയിൽ പിന്നെ ഒക്കെ കൂടെ അങ്ങോട്ട് വോയിസ് കൊടുക്കുമ്പോൾ ടൈം കുറേ ആവും ചെയ്യും. അപ്പം നമുക്ക് 3 മിനിറ്റിലേറെ അതിൽ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാട്ടോ പറയാഞ്ഞത്. പിന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേനി. പിന്നെ ചില ആൾക്കാർ പറയും 500 റുപ്യ വലിയ റേറ്റ് ആണെന്നൊക്കെ. പക്ഷെ അത്യാവശ്യം നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ടുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യുന്നുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും അതേപോലെ എള്ളും കടലയും ഒക്കെ എല്ലാത്തിനും നല്ല റേറ്റുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ 1 kg ഉണ്ടാവും ചെയ്യും അതിൽ. ചിലപ്പം കുറച്ച് അങ്ങോട്ടോ ഒക്കെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. കറക്റ്റായിട്ടാണ് പറയാൻ കഴിയൂല. കാരണം നമ്മളിത് ബോൾസ് ആക്കിയിട്ടല്ലേ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും കണ്ടിക്കണോ പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങിയ ആൾക്കാർ അധികം ആൾക്കാരും റേറ്റ് പറയൂല. റേറ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആ നമ്പർ കൊടുക്കും. അല്ലാതെ റേറ്റ് ഒന്നും പബ്ലിക്കായിട്ട് അധികം ആൾക്കാരും പറയലില്ല. എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ, മടിയൊന്നുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണത് തന്നെയാണ്. അപ്പോൾ ഈ റേറ്റ് പറയാൻ മടിയൊന്നുമില്ല. ഞാൻ കണ്ടു കമൻറ്റ് ബോക്സിൽ റേറ്റ് കൊന്നാലും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രം കഴുകലും കിച്ചൺ തുടക്കലും ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ന്യൂട്രിലേഡ് ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പം ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ നമുക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിപ്പോൾ നമുക്കിങ്ങനെ ഓരോ തിരക്ക് കാരണം ശരിക്ക് വീഡിയോ എടുക്കാൻ കഴിയണില്ല. അപ്പം ഇനി ഒന്ന് സെറ്റ് ആവണം, എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ പുതിയ ഒരു ബിസിനസ് ഇപ്പോൾ തുടങ്ങിയതല്ലേ. അപ്പോൾ അതിമക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കണത് കൊണ്ട് തന്നെ വേറെയുള്ള പണിക്കൊന്നും വല്ലാതെ നേരം കിട്ടണില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.